കായൽ ടൂറിസത്തിന്റെ ആവേശവുമായി അകലാപ്പുഴയിലെ ബോട്ട് യാത്രകളിൽ സഞ്ചാരികൾ വരവ് വർദ്ധിക്കുന്നു. ഉല്ലാസത്തിനും ഹണിമൂൺ, വിവാഹസൽക്കാരം, സമ്മേളനം, സഹപാഠി സംഗമം, കുടുംബസംഗമം, ജന്മദിനാഘോഷം, കലാപ്രകടനം, പ്രകൃതി പഠനം തുടങ്ങി ഒത്തിരി ആവശ്യങ്ങളുടെ വേദികളൊരുക്കിയാണ് ഹൗസ് ബോട്ടുകൾ. നിരവധി പേരാണ് ബോട്ട് യാത്രകൾക്കായി അകലാപ്പുഴയിൽ വരുന്നത്. കായൽപ്പരപ്പിലൂടെയുള്ള യാത്രകൾ ഏതൊരു സഞ്ചാരികളുടെ മനസ്സുകളിൽ ആനന്ദം നൽകാൻ പോന്നതാണ്. ഹൗസ് ബോട്ടുകൾ, ശികാര ബോട്ടുകൾ, പെഡൽ ബോട്ടുകളടക്കം 35 ബോട്ടുകളാണ് അകലാപ്പുഴയിൽ സഞ്ചാരികൾക്ക് യാത്രക്കാർക്കൊരുക്കിയത്. ആഴം കുറഞ്ഞതും ശാന്തസുന്ദരവും പ്രകൃതിയുടെ വർണ്ണലാവണ്യത്താലും അനുഗ്രഹീതമാണ് അകലാപ്പുഴയുടെ സവിശേഷത. കോഴിക്കോട്ടെ കുട്ടനാട് എന്ന പേരിലാണ് അകലാപ്പുഴയെ അറിയപ്പെടുന്നത്. 4 വർഷമായി ടൂറിസം ഭൂപടത്തിൽ അകലാപ്പുഴയും കായൽ ടൂറിസത്തിന്റെ അനന്തസാധ്യതകളുമായി കടന്നുവന്നത്. കായലിന്റെ നടുവിൽ 2 ഏക്കർ തെങ്ങിൻതോപ്പിന്റെ വിശാലതയിൽ പാമ്പൻ തുരുത്ത് എന്ന പേരിലുള്ള ദ്വീപ് സമാനതയുടെ ഭാഗങ്ങളും സഞ്ചാരികൾക്ക് ബോട്ട് യാത്രയിൽ ദൃശ്യവിരുന്നാണ്. ദേശം താണ്ടിയെത്തുന്ന പക്ഷിക്കൂട്ടങ്ങളും തുരുത്തിലും കായൽ തീരങ്ങളിലും കണ്ണിന് കുളിർമയാക്കുന്നു. 4 വർഷമായി അകലാപ്പുഴ കായൽ ടൂറിസം തുടങ്ങിയതെന്ന് പ്രവാസിയും ബോട്ട് ഡ്രൈവറുമായി അബ്ദുറഹിമാൻ പറഞ്ഞു. പേടിക്കാതെ ഓടിക്കാൻ പറ്റിയ സ്ഥലമാണ്. കാരണം വളരെ വെള്ളം കുറഞ്ഞൊരു ഏരിയയാണിത്. ഒരാളപ്പം വെള്ളം ഉണ്ടാവും. പിന്നെ 35 ബോട്ടുണ്ട്. പല സൗകര്യത്തിലുള്ള ബോട്ടുകൾ കൂടി ഉണ്ട്. 10 കയറുന്നത് മുതൽ ഒരു 100-200 വരെ 200 ആൾ വരെ പോകുന്ന ബോട്ടുണ്ട്. പല വിധത്തിൽ വരുന്നില്ല. ഒരു സിംഗിൾ റൂമുള്ള ഹൗസ് ബോട്ടുണ്ട്, ഡബിളുണ്ട്, 3 4 ബെഡ്റൂമുള്ള വരുന്ന ഹൗസ് ബോട്ട് കൂടെ ഉണ്ട്. വേറെ ഇതൊരു പോകാൻ ആലപ്പുഴ വരെ പോകാൻ പറ്റുന്ന ഒരു സൗകര്യമുള്ള ഒരു പുഴയും കൂടിയാണ്. ആലപ്പുഴ പോകാൻ പറ്റൂല, കടൽമാർഗമാണ് പോകേണ്ടത്. കോഴിക്കോട് വരെ യാത്ര ചെയ്യാം. കുറേ വർഷങ്ങളായോ അവിടെ? 4 വർഷമായി ജോലി ചെയ്യുന്നു. 4 വർഷമായിട്ടുള്ള ഈ ബോട്ട് ഇവിടെ യാത്ര തുടങ്ങിയിട്ട്. തുടക്കം മുതലേ ഞാൻ ഇവിടെ ഉണ്ട്. ഈ ബോട്ടിന് പ്രത്യേകം പേരെന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ പേര് സീക്രോസ് എന്നാണ് ഈ ബോട്ടിന്റെ പേര്. ഓരോ വ്യക്തികൾ ഓരോ സൈസുള്ള ബോട്ടുകളും. പിന്നെ കൈരളിയുണ്ട്, റോയലുണ്ട്, പിന്നെ മലബാറുണ്ട്. ശരാശരി എത്ര വിനോദസഞ്ചാരികൾ വരുന്നുണ്ട് ഇവിടെ? ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ആളെണ്ണം പറയാൻ പറ്റും. കാരണം ചില ദിവസങ്ങളിൽ 35 ബോട്ട് മതിയാകാതെ വരുന്ന ദിവസങ്ങളുണ്ട്. പനയോലകളുടെ മോടിയിൽ മനോഹരമാക്കിയ ശികാര ബോട്ടുകളും വീടിന്റെ സമാനത തീർത്ത ഹൗസ് ബോട്ടുകളും ആകർഷകമാണ്. മണിക്കൂറിന് 1500 മുതൽ 4000 രൂപ വരെയുള്ള എല്ലാവിധ സംവിധാനമുള്ള ബോട്ടുകളാണ് അകലാപ്പുഴയിൽ ഒരുക്കിയിരിക്കുന്നത്. ഇവയിൽ 100 മുതൽ 120 പേർക്ക് യാത്ര ചെയ്യാവുന്നതുമുണ്ട്. അതേസമയം 6 മുതൽ 50 പേർക്ക് കയറാവുന്നതുമുണ്ട്. കായൽ ചാരുത മതിവോളം ആസ്വദിച്ചും സംഗീത വിരുന്നും കലാപ്രകടനങ്ങൾ അവതരിപ്പിച്ചും യാത്ര മുന്നേറാം. സുഭിക്ഷ ഭക്ഷണവും ലഭ്യമാക്കിയാണ് ഒട്ടുമിക്ക ബോട്ടുയാത്ര. സംസ്ഥാനത്തിന്റെയും വിവിധ ഭാഗങ്ങളിലും വിദേശികളടക്കം നിരവധി പേരാണ് അകലാപ്പുഴയിൽ കായൽ പരപ്പിന്റെ ദൃശ്യമനോഹരിതയിൽ ബോട്ട് യാത്രക്കായി എത്തുന്നു. കോഴിക്കോട് കൊയിലാണ്ടി, വടകര ഭാഗത്തുനിന്ന് വഴിമുച്ചുക്കുന്നിലൂടെ അകലാപ്പുഴ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്താം. ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ്, മുക്കം.